തേർഡ് ഡിഗ്രി ഹാർട്ട് ബ്ലോക്ക് പഠിക്കാൻ ഭയങ്കര എളുപ്പമാണ്. നമുക്ക് നമ്മുടെ സെക്കൻഡ് ഡിഗ്രി ഹാർട്ട് ബ്ലോക്ക് കാണാത്തവരാണെങ്കിൽ അത് നമ്മുടെ വീഡിയോ കണ്ടിട്ടില്ലെങ്കിൽ അതൊന്ന് കണ്ടു കഴിഞ്ഞാൽ നമ്മൾ മനസ്സിലാവും, കുറച്ചും കൂടി ഒരു ഐഡിയ കിട്ടും. കാരണം നമ്മൾ ഈ ഹാർട്ട് ബ്ലോക്ക് സെക്കൻഡ് ഡിഗ്രി പഠിച്ചപ്പം പഠിച്ചു ഈ പി വേവിൻ്റെയും ആർ വേവിൻ്റെയും പ്രണയകഥയാണ് നമ്മുടെ ഹാർട്ട് ബ്ലോക്ക്. തേർഡ് ഡിഗ്രിയിൽ അത് തന്നെയാണ് നമ്മൾ പറയണത്, പി വേവ് ആർ വേവ് തമ്മിലുള്ള പ്രണയകഥ. അപ്പം തേർഡ് ഡിഗ്രിയിൽ വന്നു കഴിഞ്ഞപ്പോഴത്തേക്കും ഇവരെ കംപ്ലീറ്റ് ആയിട്ട് അടിച്ച് തിരിഞ്ഞു. എന്നുവെച്ചാൽ ഈ ഹാർട്ട് ബ്ലോക്ക് കംപ്ലീറ്റ് ഹാർട്ട് ബ്ലോക്ക് എന്ന് പറയും, തേർഡ് ഡിഗ്രി ഹാർട്ട് ബ്ലോക്കിനെ കംപ്ലീറ്റ് ഹാർട്ട് ബ്ലോക്ക് എന്ന് പറയും. കംപ്ലീറ്റ് ഹാർട്ട് ബ്ലോക്കിൽ എന്താണ്, പിയും ആറും തമ്മിലുള്ള പ്രണയമൊക്കെ കംപ്ലീറ്റ് ആയിട്ട് അങ്ങോട്ട് അടിച്ച് പപ്പട വരുവായി. അപ്പം നമ്മുടെ പ്രണയകഥ സെക്കൻഡ് ഡിഗ്രിയിൽ പറഞ്ഞ പോലെ നിങ്ങൾ ഒന്ന് റെഫർ ചെയ്യുക എന്താണ് കേസ് എന്നുള്ള കാര്യം. ഹാർട്ട് ബ്ലോക്ക് ഞാൻ ഒന്നും കൂടിയും പറയുകയാണ്. നമ്മുടെ ഇ സി ജി മനസ്സിൽ പിന്നെയും കൊണ്ടുവരിക, പി വേവ്, അത് കഴിഞ്ഞ് ക്യൂറസ് കോംപ്ലക്സ്. എന്താണ് പി വേവ്? നമ്മുടെ ഏട്രിയ കൺട്രാക്ട് ചെയ്യുമ്പോഴത്തേക്കും പി വേവ് വരുന്നു, നമ്മുടെ വെൻട്രിക്കിൾ കൺട്രാക്ട് ചെയ്യുമ്പോഴത്തേക്കും ക്യൂറസ് വേവ് വരുന്നു അല്ലേ. അപ്പോൾ ഇത് കൺട്രാക്ട് ചെയ്യാനായിട്ട് നമുക്ക് എന്താണ് വേണ്ടത്? നമുക്ക് ഈ ഇലക്ട്രിസിറ്റി വേണം. എസ്എനോട് എവിനോട് ഇലക്ട്രിസിറ്റി ജനറേറ്റ് ചെയ്തിട്ട് ഇലക്ട്രിസിറ്റിയാണ് ഈ സംഭവം കൺട്രാക്ട് ചെയ്യുന്നത്. ഹാർട്ട് ബ്ലോക്കിൽ വരുന്ന എന്താണ്, ഹാർട്ട് ബ്ലോക്ക് എന്ന് പറയുന്നത് എന്താണ്, ഈ ഇലക്ട്രിസിറ്റിയിൽ വരുന്ന കണ്ടക്ഷനിൽ വരുന്ന ഡിലേ ആണ് അല്ലെങ്കിൽ ഡിഫക്റ്റ് ആണ് എന്തെന്ന് നമ്മൾ പറയുന്നത് ഹാർട്ട് ബ്ലോക്ക് എന്ന് പറയുന്നത്. അപ്പം ഹാർട്ട് ബ്ലോക്ക് എങ്ങനെയാണ് നമ്മൾ മനസ്സിലാക്കുന്നത്? ഇ സി ജി നോക്കി കഴിയുമ്പോഴത്തേക്കും നമുക്ക് കുറേ ഐഡിയ കിട്ടും അല്ലേ, എന്താണ് ഹാർട്ട് ബ്ലോക്ക് എന്നുള്ള കാര്യം. ഹാർട്ട് ബ്ലോക്കിനെ തിരിച്ചറിയുന്നത് ഇ സി ജി വെച്ചിട്ടാണ്. ഇ സി ജിയിൽ വരുന്ന പി വേവിൻ്റെയും അല്ലെങ്കിൽ ക്യൂറസ് കോംപ്ലക്സിൻ്റെയൊക്കെ ആ ഡിസ്റ്റൻസ് നോക്കിയിട്ടും അവരുടെ പാറ്റേൺ നോക്കിയിട്ടാണ് മനസ്സിലാക്കുന്നത്. തേർഡ് ഡിഗ്രി ഹാർട്ട് ബ്ലോക്കിൽ നമുക്ക് എങ്ങനെ മനസ്സിലാക്കാം? എന്താണ്, നേരത്തെ പറഞ്ഞ പോലെ തന്നെ പ്രണയകഥയാണ് നമ്മൾ സെക്കൻഡ് ഡിഗ്രിയിൽ പറഞ്ഞത്. ആരുടെ? പി വേവിൻ്റെയും ക്യു ആർ എസിൽ ആർ വേവിൻ്റെയും പ്രണയകഥയാണ് നമ്മൾ പറഞ്ഞത്. അപ്പം ഈ തേർഡ് ഡിഗ്രി കംപ്ലീറ്റ് ഹാർട്ട് ബ്ലോക്കിൽ എന്താണ് സംഭവിക്കുന്നത്? ഇവരെ കംപ്ലീറ്റ് ആയിട്ട് അടിച്ചു പിരിഞ്ഞെന്ന് പറഞ്ഞല്ലോ. അപ്പം പി വേവ് വരും, ക്യൂറസ് കോംപ്ലക്സ് വരും, കുഴപ്പമൊന്നുമില്ല. അവർ രണ്ടുപേരും തമ്മിൽ ഒരു ബന്ധമില്ല. അപ്പം ഏട്രിയ അതിന് തോന്നിയ സമയത്ത് അത് കണ്ടു, വെൻട്രിക്കിൾ തോന്നിയ സമയത്ത് കൺട്രാക്ട് ചെയ്യും. പി സി ജിയിൽ നമുക്ക് എന്ത് കാണാൻ പറ്റും? പി ചേച്ചി അതിന് തോന്നിയ സമയത്ത് വരും, ക്യൂറസ് കോംപ്ലക്സ് അതിന് തോന്നിയ സമയത്ത് വരും. മനസ്സിലായോ? ഇവർ തമ്മിൽ ഒരു ബന്ധവുമില്ല. ഒരു വീട്ടിൽ ഇവർ ഒരുമിച്ച് ചേർന്ന് ഇരിക്കുമ്പോഴാണ് എന്ത് വരുന്നത്, ഒരുമിച്ച് ഇവരെല്ലാ പണിയും ഒരുമിച്ചെടുക്കുമ്പം നമുക്ക് ഒരു ഹാർമണിയിൽ ഫങ്ഷൻ ചെയ്യുമ്പോഴാണ് എന്ത് സംഭവിക്കുന്നത്? ഇവർ പി വേവും ഈ ക്യു ആറും ഹാർമണിയിൽ നല്ല സ്നേഹത്തോട് ഐക്യത്തോടു കൂടെ നിൽക്കുന്നതാണ് എന്ത്? സൈനസ് റിതം. ഇവരടിച്ചു പിരിഞ്ഞോ ഹാർട്ട് ബ്ലോക്കായി, പിയും ആറും അടിച്ചു പിരിഞ്ഞോ ഹാർട്ട് ബ്ലോക്കായി. അപ്പം കംപ്ലീറ്റ് ഹാർട്ട് ബ്ലോക്കിൽ എന്താണ് സംഭവിക്കുന്നത്? പി വേവ് കുഴപ്പമൊന്നുമില്ല, അത് അതിൻ്റെ വീട്ടിൽ രണ്ടുപേരുണ്ട്, പക്ഷേ രണ്ടുപേരും അങ്ങോട്ടും ഇങ്ങോട്ടും എന്തില്ല, ഒരു പരസ്പര ബന്ധമില്ല അല്ലെങ്കിൽ പരസ്പര ധാരണയില്ല. പി അതിന് തോന്നിയ സമയത്ത് വരുന്നു പോകുന്നു, ക്യു ആർ എക്സ് അതിന് തോന്നിയ സമയത്ത് വരുന്നു പോകുന്നു. നമുക്ക് ഇ സി ജി ഒന്ന് റെഫറൻസ് ആയിട്ട് എടുക്കാം. പി സി ജിയിൽ നമ്മൾ നോക്കി കഴിയുമ്പോഴത്തേക്കും പി വേവ് വന്നു, പക്ഷേ ഇവർ തമ്മിൽ ഒരു ബന്ധമില്ല. സാധാരണ ഇവരെ എങ്ങനെയാണ്, പി ആദ്യം വന്ന് ക്യു ആർ എസ് വന്ന് രണ്ടുപേരും ചേർന്നിരുന്ന് എപ്പോഴും അങ്ങനെയാണ് അല്ലേ. ഇതാണ് സൈനസ് റിതം. തേർഡ് ഡിഗ്രിയിൽ എന്താണ്, ഒരു രക്ഷയില്ല, കംപ്ലീറ്റ് ആയിട്ട് അടിച്ചു പിരിഞ്ഞു. മിക്കവാറും ഇവർ ഡൈവോഴ്സ് ആയി കഴിഞ്ഞാൽ എന്ത് സംഭവിക്കും? ആളടിച്ചു പോകും. ഇവർ ഇനിയും ബന്ധമില്ലാണ്ടായി കഴിഞ്ഞാൽ ഇവരെ എന്ത് സംഭവിക്കും? കഴിഞ്ഞു പരിപാടി, കഥ കഴിഞ്ഞു, സ്റ്റോറി, എൻഡ് ഓഫ് ദ സ്റ്റോറി. സോ ഇവർ എന്തുകൊണ്ടാണ് ഇങ്ങനെ വരാൻ കാരണം? ഹാർട്ട് ഡിസീസ് കാരണം വരാം, ഹാർട്ട് അറ്റാക്ക് കാരണം വരാം, അല്ലെങ്കിൽ ഇവർ കഴിക്കുന്ന ബീറ്റ ബ്ലോക്കേഴ്സ് എന്തെങ്കിലും മരുന്ന് കൊണ്ടിട്ട്, ഡൈജോക്സിൻ എന്തെങ്കിലും മരുന്നുകളുടെ റീസൺ കൊണ്ട് ഇങ്ങനെ ഉണ്ടാവാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ പേഷ്യൻറ്റിൻ്റെ പ്രസൻറ്റേഷൻ എങ്ങനെയായിരിക്കും? പേഷ്യൻറ്റിൻ്റെ ഈ ഹാർട്ട് ശരിക്കും കൺട്രാക്ട് ചെയ്യണമെങ്കിൽ എന്ത് സംഭവിക്കും? കാർഡിയോ ഔട്ട്പുട്ട് കുറയും. കാർഡിയോ ഔട്ട്പുട്ട് കുറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് എങ്ങനെ തിരിച്ചറിയാം? ലോ ഹാർട്ട് റേറ്റ്, ലോ പൾസ് റേറ്റ് ആയിട്ട് ഉണ്ടായിരിക്കും. ബ്ലഡ് പ്രഷറിന് എന്ത് സംഭവിക്കും? ബ്ലഡ് പ്രഷർ ഹൈപ്പർ ടെൻഷൻ ആയിരിക്കും. അപ്പോൾ പേഷ്യൻറ്റിൻ്റെ മൊത്തത്തിലുള്ള പ്രസൻറ്റേഷൻ ഇങ്ങനെയൊക്കെ വന്നു കഴിഞ്ഞാൽ എങ്ങനെയായിരിക്കും? പേഷ്യൻറ്റിന് പെർഫ്യൂഷനൊന്നും ഉണ്ടാവില്ല, ക്ലാമി ആയിരിക്കും, ചിലപ്പോൾ മെൻ്റൽ സ്റ്റാറ്റസ് ചേഞ്ചസ് ഒക്കെ ഉണ്ടായിരിക്കും. അപ്പം ഈ എല്ലായിടത്തേക്കും ബ്ലഡ് കുറഞ്ഞു കഴിഞ്ഞാൽ എന്ത് സംഭവിക്കും? ബ്ലഡാണ് നമുക്ക് എല്ലാ ഓർഗനും വേണ്ട ഫങ്ഷൻ ചെയ്യുക അല്ലേ. അപ്പോൾ എല്ലാ ഓർഗനും
കാര്യം ഏകദേശം തീരുമാനമായിട്ടുണ്ടാവും. അപ്പം ഈ ട്രീറ്റ്മെൻറ്റ് എന്താണ്? ഹാർട്ട് റേറ്റ് കൂട്ടാനായിട്ട് നമ്മൾ സാധാരണ എന്ത് കൊടുക്കും? അട്രോപ്പിൻ മരുന്ന് കൊടുക്കും അല്ലേ. ഇപ്പോൾ 3rd ഡിഗ്രി ഹാർട്ട് ബ്ലോക്കിൽ നമുക്ക് വേറെ എന്താണ് അവർ ചെയ്യാൻ സാധാരണ? ടെമ്പററി പേസിങ് ചെയ്യും, പേഷ്യൻറ്റിൻ്റെ ടെമ്പററി പേസിങ് ചെയ്യും. അതില്ലെങ്കിൽ നമുക്ക് എന്ത് വേണം? പേഷ്യൻറ്റിന് പെർമനൻറ്റ് ആയിട്ട് ഫിക്സ് ചെയ്യാനായിട്ട് നമുക്ക് എന്താണ് ചെയ്യുക സാധാരണ? ഈ ഹാർട്ട് റേറ്റ് ഇവരെ ഒരുമിച്ചാക്കാനായിട്ട് നമുക്കൊരു മൂന്നാമത്തെ ഒരാളുടെ സഹായം പെർമനൻ്റ് ആയിട്ട് ആവശ്യം വരും. ആരാണ്? പേസ്മേക്കറിൻ്റെ സഹായം. അപ്പം അതൊക്കെയാണ് അതിൻ്റെ മാനേജ്മെൻറ്റ്. അപ്പം 3rd ഡിഗ്രി ഹാർട്ട് ബ്ലോക്ക് മനസ്സിലായെന്ന് വിചാരിക്കുന്നു. അടുത്ത വീഡിയോയിൽ കാണാം.